ഇന്ന് നമുക്ക് തെക്ക് വടക്ക് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? പരമ്പരാഗതമായി ശത്രുത തുടരുന്ന കുടുംബം. വസ്തുതർക്കം അവരെ കൊണ്ട് പല പല പണികളും ചെയ്യിച്ചു. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ മാധവന്റെ മകനും ശങ്കുണ്ണിയുടെ മകനും അച്ഛന്മാരുടെ ഫോട്ടോയിൽ നോക്കി അനുഗ്രഹം വാങ്ങിയിട്ട് പോവുകയാണ്. പോയിട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടുവരാനായി അമ്മമാരും പറഞ്ഞുവിടും. അവർ രണ്ടാളും കാറിൽ പോകുന്നത് കണ്ട് നാട്ടുകാർ പറയും, രണ്ടുപേരുടെയും അച്ഛന്മാർ എന്തായിരുന്നു? അങ്ങനെയെങ്കിലും ആ പ്രശ്നം തീരട്ടെ എന്ന് പറയും. പിന്നീട് മാധവനെയും ശങ്കുണ്ണിയെയും കാണിക്കും. രണ്ടാളും ശത്രുക്കളാണ്. അവരുടെ അച്ഛന്മാരിൽ നിന്നും തുടങ്ങിയതാണ് ഈ ശത്രുത. മാധവൻ റിട്ടയർഡ് KCB ഓഫീസറാണ്. രണ്ടാൾക്കുമിടയിൽ ഒരു വസ്തുപ്രശ്നമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കേസ് നടക്കുകയാണ് കോടതിയിൽ. മാധവന്റെ വക്കീലിനാണെങ്കിൽ മറവിയുള്ളതിനാൽ താൻ ജയിക്കുമെന്ന കോൺഫിഡൻസ് ശങ്കുണ്ണിക്കും വക്കീലിനുമുണ്ട്. വിധി വരുന്ന ദിവസം ശങ്കുണ്ണിക്ക് ആകെ വിഷമം. അയ്യോ, ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കോടതിയിൽ വരാൻ പറ്റില്ലല്ലോ എന്ന സങ്കടത്തിലിരിക്കുമ്പോൾ വിധി വരുന്ന ഡേറ്റ് മാറ്റി എന്ന വാർത്ത ശങ്കുണ്ണി അറിയും. ശങ്കുണ്ണിക്ക് ഒരുപാട് സന്തോഷമായി. കോടതിയിൽ പോകുന്നതും കേസും കോർട്ടുമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് കൂട്ടുകാരനോട് ശങ്കുണ്ണി പറയും. എന്നാൽ കൂട്ടുകാരനാണെങ്കിലോ വർഷങ്ങളായി ഒരു കേസിന് വേണ്ടിയിട്ട് കോടതി കയറി ഇറങ്ങുന്നതിന്റെ കലിപ്പും. ശങ്കുണ്ണിയുടെ മകന് ലണ്ടനിൽ പഠിക്കാൻ പോകണമെന്നാണ് ആഗ്രഹം. എന്നാൽ ശങ്കുണ്ണിക്ക് മകൻ തന്റെ റൈസ് ഫാക്ടറിയിൽ ജോലി ചെയ്യണം. അവനിവിടുത്തെ CEO ആണ്. CEO, കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ എന്ന് ഭാര്യയോട് പറയുമ്പോഴോ അത് കേട്ട് ചാക്കും ചുമന്നു വന്ന മകനാണെങ്കിലോ CEO, ചാക്കെടുക്കുന്ന ഓഫീസർ ആയിരിക്കും. തന്തയായിപ്പോയി, ഇല്ലെങ്കിൽ ദേ ഈ ചാക്കുപെടലിക്കിട്ട് കൊന്നേനെ എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ശങ്കുണ്ണിയുടെ മകളുടെ വിവാഹമായി. വിവാഹ പാർട്ടിക്ക് മദ്യം വിളമ്പിയതിന് അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ചു എന്ന പേരിൽ പോലീസ് അവിടെ എത്തുന്നു. അത് മാധവൻ കൊടുത്ത പണിയാണെന്ന് എല്ലാവരും കരുതും. ശങ്കുണ്ണിക്കും ദേഷ്യമായി. മാധവൻ തന്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്, അതും ഈ വയസ്സാം കാലത്ത്. എന്തിനാണെന്നോ? പണ്ട് പുള്ളിക്കാരൻ വിവാഹം കഴിഞ്ഞ സമയത്ത് സ്ത്രീധനം വാങ്ങിയിരുന്നു. അതിൽ 5 പവൻ കുറവുണ്ട്. ആ കാരണം പറഞ്ഞ് ഇന്നും ഭാര്യയെ ടോർച്ചർ ചെയ്യുകയാണ്. ശങ്കുണ്ണി തന്റെ മകൾക്കും മരുമകനുമൊപ്പം ഹണിമൂണിന് പോയി. എന്നാൽ കാല് തന്നെ വെള്ളത്തിൽ വീണ ശങ്കുണ്ണിയാണെങ്കിൽ ഹോസ്പിറ്റലിലും ആവുകയാണ്. ശങ്കുണ്ണിക്കാണെങ്കിൽ ഒരേ നിർബന്ധം, എന്റെ മരണമൊഴി എടുക്കണമെന്ന് പറഞ്ഞ് പോലീസിനെയും വിളിപ്പിച്ചു. എന്നിട്ട് പോലീസിനോട് പറയും, ആ മാധവനുണ്ടല്ലോ മാധവൻ എന്നെ വെള്ളത്തിനടിയിൽ കൂടി വന്ന് എന്റെ കാലിൽ പിടിച്ച് വലിച്ചിട്ടതാണെന്ന് മൊഴി കൊടുത്തു. വല്ല കാര്യവുമുണ്ടോ എന്ന് മറ്റുള്ളവരും ചിന്തിക്കും. അതേ സാറേ, വെള്ളത്തിൽ വീണ് ബോധം പോയപ്പോൾ പറയുന്നതാന്ന് മകൻ പറയുമ്പോൾ ശങ്കുണ്ണി മകനെ വഴക്ക് പറയുന്നു. എന്നാൽ ആ സമയമാണെങ്കിലോ മാധവൻ തന്റെ കാലൊടിഞ്ഞു കിടക്കുന്ന സഹോദരിയെ കാണാനായി പോയിട്ട് ഒടിഞ്ഞ കാല് ഞെക്കി നോക്കിയിട്ട് വേദനയുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. വല്ലാത്ത കോമഡി തന്നെയല്ലേ? അങ്ങനെ കേസിന്റെ വിധി മാധവൻ അനുകൂലമായി വന്നു. അത് സഹിക്കാനാകാത്ത ശങ്കുണ്ണിയാണെങ്കിൽ ആ വസ്തുവിൽ മാധവൻ കയറാതിരിക്കാനായിട്ട് ലോറിക്ക് ആളിനെ ഇറക്കി കാശ് കൊടുത്ത് ആ പുരയിടം കക്കൂസാക്കി മാറ്റി. എല്ലാത്തിലും ചവിട്ടി ആകെ നാറ്റം മാധവനെ. ശങ്കുണ്ണി ചെയ്ത ആ ഒരു നാറ്റ കേസുണ്ടല്ലോ, അത് നാട്ടുകാരെല്ലാം അറിഞ്ഞു. ശങ്കുണ്ണിയുടെ മകന് ഒരു പേരും കിട്ടി. എന്തെന്നറിയണ്ടേ? തീട്ടശിനു. ഒരു നാറിയ പേര് തന്നല്ലേ. അങ്ങനെ ആ വിവരം എല്ലാം അറിഞ്ഞ മാധവനാണെങ്കിലോ ശങ്കുണ്ണിയോട് ദേഷ്യം കാണിക്കുവാനായിട്ട് വിജയം ആഘോഷിക്കുവാനായി തീരുമാനിച്ചു. പാട്ടും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് മാധവൻ പാർട്ടി നടത്തും. എന്നാൽ ആ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ സമയം മാധവന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അതേസമയം ശങ്കുണ്ണിയാണെങ്കിലോ എറണാകുളത്ത് പോയി ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി വരികയായിരുന്നു. വലിയ ഹാപ്പിയിൽ അടിച്ചു പൊളിച്ചാണ് തിരികെ വീട്ടിലേക്ക് വന്നതും. അപ്പോഴാണ് മാധവൻ മരിച്ച കാര്യം ശങ്കുണ്ണി അറിഞ്ഞത്. ഉടനെ തന്നെ ശങ്കുണ്ണിയാണെങ്കിൽ മാധവന്റെ വീട്ടിലേക്ക് പോയി. ശങ്കുണ്ണി വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടും. ദേ ഇതാരാ വരുന്നതെന്ന് നോക്കിയേ എന്നൊക്കെയായിരുന്നു ആളുകൾ പറഞ്ഞതും. മാധവൻ മരിച്ച് കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു. ശങ്കുണ്ണി ഒരു കാര്യസ്ഥനെ പോലെ നിന്ന് എല്ലാ കാര്യവും നോക്കും. മാധവനെ ഒരുക്കി കിടത്തും. ഇതൊക്കെ കാണുമ്പോൾ മകനും മരുമകളും ഇയാൾ എന്തിനാ എല്ലാ കാര്യവും നോക്കുന്നത്? അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്തിനെങ്കിലും സമ്മതിക്കുമായിരുന്നോ എന്നൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നു. മാധവന്റെ പിണങ്ങിപ്പോയ ഭാര്യയും തിരികെ വരികയാണ്. അതേസമയം തന്നെ ശങ്കുണ്ണി താൻ സ്റ്റേ വാങ്ങിയ കാര്യം കൂട്ടുകാരനോട് പറയും. താൻ ജയിച്ചുവെന്ന് ശങ്കുണ്ണി പറയുമ്പോൾ ആര് ജയിച്ചെന്നാ? ഇതെന്നെ വായിച്ചു കേൾപ്പിച്ചിട്ട് എന്താ കാര്യം? മാധവൻ മരിക്കുമ്പോൾ അവൻ വിജയിച്ചിട്ടാ മരിച്ചത്. ഇതറിയേണ്ടിയിരുന്നത് അവനായിരുന്നുവെന്നും കൂട്ടുകാരൻ പറഞ്ഞു. അത് കേട്ട് ശരിയാണല്ലോ എന്ന് ചിന്തിച്ച ശങ്കുണ്ണിയാണെങ്കിൽ മാധവന്റെ ഡെഡ് ബോഡി താൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോകും. മാത്രവുമല്ല, ശങ്കുണ്ണി കരയുന്നത് കണ്ട് മറ്റുള്ളവർ പാവം ശങ്കുണ്ണി, അയാള് നല്ല മനസ്സുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ സത്യത്തിലേ ഈ ശങ്കുണ്ണി കരയുകയൊന്നുമല്ല, ചിരിക്കുകയായിരുന്നു എന്ന്.
എന്നിട്ട് ഈ മാധവന്റെ കണ്ണ് തുറന്നു വെച്ചിട്ട് ആ ഒരു സ്റ്റേ വാങ്ങിയ പേപ്പറാണെങ്കിൽ മാധവന്റെ കണ്ണിന് നേരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വായിച്ചും കേൾപ്പിക്കുകയാണ്. ശങ്കുണ്ണിക്ക് അപ്പോൾ ഒരു സന്തോഷമായി. അങ്ങനെ മാധവനും ഒരു ചാരമായി മാറി. ശങ്കുണ്ണി മനസമാധാനത്തോടെ തർക്കവസ്തുവിലേക്കെത്തി. അവിടെ വൃത്തിയാക്കി ഒരു ഭ്രാന്തനെ പോലെ കാവൽ നിന്നു, മറ്റാരും കയറാതെ. അവിടെ വെച്ച് മാധവന്റെ ആത്മാവിനെയും ശങ്കുണ്ണി കാണുന്നുണ്ട്. അന്ന് തന്നെ ശങ്കുണ്ണിയും മരണപ്പെട്ടു. രണ്ടാളും ഒരേ ദിവസ വ്യത്യാസത്തിലാണ് മരിച്ചത്. പിന്നീട് കാറിൽ പോകുന്ന രണ്ട് മക്കളെയും കാണിക്കും. അവർ ഹാപ്പിയാണ്. അച്ഛന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് കാറിൽ പോകുന്നതും. അവർ നേരെ തർക്കവസ്തുവിലും എത്തി. അവിടെ ഇരുന്ന് മദ്യപിച്ച അവരാണെങ്കിൽ മദ്യം തലയ്ക്ക് പിടിച്ചതും ശങ്കുണ്ണിയുടെ മകൻ മാധവനെയും മാധവന്റെ മകൻ ശങ്കുണ്ണിയെയും കുറ്റം പറയുവാനായും തുടങ്ങി. അത് രണ്ടാൾക്കും പ്രശ്നമായി. അവർ പരസ്പരം തർക്കമായി. അവസാനം വസ്തുവിനു വേണ്ടിയും തമ്മിൽ തല്ലാൻ തുടങ്ങി. അച്ഛന്മാരെ പോലെ തന്നെ മക്കളും തമ്മിൽ തല്ലായി. അങ്ങനെ ആ ഒരു പക തലമുറകൾ കൈമാറുകയാണ് സുഹൃത്തുക്കളെ. അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.